ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. എരുമപ്പെട്ടി മണ്ഡല കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടെ നേതാക്കൾ ഏറ്റുമുട്ടുകയായിരുന്നു. കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സംഘർഷം. 24 എക്സ്ക്ലൂസീവ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് സൂരജ്? ഇന്ന് വൈകുന്നേരം 6 മണിക്കായിരുന്നു ഇത്തരത്തിൽ ഈ രമ്യ ഹരിദാസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ എരുമപ്പെട്ടിയിൽ ചേർന്നത്. ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് ഈ വാക്കേറ്റവും അല്ലെങ്കിൽ സംഘർഷവും ഉണ്ടായത്. കൂടിയാലോചന നടത്താതെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നും ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ തന്നെ ഈ കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള MM സലിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. ഇവർ ഈ വേദിയിലേക്ക് കയറി പിന്നാലെ ഈ ലിസ്റ്റ് ചുരുട്ടി എറിയുകയെല്ലാം നിർബന്ധിച്ച് പിടിച്ചു വാങ്ങി ചുരുട്ടി എറിയുകയും എല്ലാം ചെയ്തു. ഈ സമയം KPCC സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഡാനിയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ യോഗമെല്ലാം നടന്നത്. പിന്നീട് ഈ പ്രവർത്തകർ എല്ലാവരും ഈ വേദിക്ക് മുകളിൽ കയറാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതോടുകൂടി ജോൺ ഡാനിയൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തകരെ എല്ലാവരെയും ഈ ശാന്തമാക്കിക്കൊണ്ട് ഈ രംഗം ശാന്തിയാക്കി പിന്നീട് ഈ ലിസ്റ്റ് അവതരിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് പോയത്. ആ സമയത്ത് നേതാക്കൾ ഇതൊരു കരട് ലിസ്റ്റ് മാത്രമാണ്, അന്തിമ പട്ടിക ഇതിനെ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഈ ലിസ്റ്റ് അവതരിപ്പിച്ച നേതാക്കൾ പറയുന്നത്. എന്നാൽ MM സലീം അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇവർ ഏകപക്ഷീയമായി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളടക്കമുള്ള പ്രവർത്തകരെ എന്തിന് ഈ കൺവെൻഷനിലേക്ക് വിളിച്ചു എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തിയത്. അതാണ് ഈ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഈ മാറ്റങ്ങൾ കൂടി അംഗീകരിക്കാം എന്ന ഈ KPCC സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് പിന്നീട് ഈ യോഗം മുന്നോട്ട് കൊണ്ടുപോകാനായത്. എന്തായാലും കരട് ലിസ്റ്റ് ഇന്ന് ഈ യോഗത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സലീമിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KPCCക്കും DCCക്കും പരാതി നൽകുമെന്ന് മണ്ഡലം ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് തുടർന്ന് ചേർന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ചേർന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരത്തിൽ വാദവും പിന്നാലെ ഈ സംഘർഷത്തിലേക്കും പോയത്. സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു.